വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സത്യഭാമയോട് ദേഷ്യപ്പെടുകയാണ് രാഘവൻ നായർ. രാഘവൻ നായർ ചോദിക്കുകയാണ്, നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ശാലിനി നിന്റെ മരുമകൾ അല്ലാതെ ആയി തീരുമോ ഭാമേ? അവളുടെ കഴുത്തിൽ വിഷ്ണു കെട്ടിക്കൊടുത്ത താലി ഇപ്പോഴും കിടപ്പുണ്ട്, അത് നീ മറക്കരുത്. ഇതൊക്കെ കേട്ട് സുസ്മിത പറയുകയാണ്, അതെ ആന്റി, അങ്കിളെ ഈ പുരാണവും ഭാഗവതവും ഒക്കെ വായിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ പോകുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ദേവിയാണെന്നും ദേവതയാണെന്നും ഒക്കെയാണല്ലോ അതിലെഴുതി വച്ചിരിക്കുന്നത്. ആ ശാലിനിയും ശാരദയും അങ്ങനെയാണ് അങ്കിള് കരുതുന്നതെങ്കിൽ അത് തെറ്റിപ്പോയി. ഇവിടെ അങ്ങനെ അല്ലാത്തവരുമുണ്ട് ഒരുപാട് പേര് എന്ന് പറയുമ്പോൾ ചിരിച്ച് രാഘവൻ നായർ പറയുകയാണ്, സുമംഗലിയായ സീതാദേവി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശ്രീരാമചന്ദ്രനെ സ്വന്തമാക്കാൻ ശ്രമിച്ച ശൂർപ്പണഖയുടെ കഥയും പുരാണത്തിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് സുസ്മിതയെ കളിയാക്കുകയാണ് രാഘവൻ നായർ. രാമായണം വായിക്കാത്തത് കൊണ്ട് നിനക്കത് അറിയാത്തതാണെന്നും തൽക്കാലം നീ മുറിയിൽ നിന്നും ഇറങ്ങി ഞങ്ങൾക്കായി ഒരു 5 മിനിറ്റ് താ എന്നും സുസ്മിതയോട് പറയുകയാണ് രാഘവൻ നായർ. ഈ പ്രായത്തിലും പ്രൈവസിയൊക്കെ ഉണ്ടേ. പ്രൈവസി എന്ന് പറഞ്ഞാൽ പ്രേമിക്കാൻ മാത്രമല്ല എന്ന് കുറച്ചുകൂടി പ്രായമെത്തുമ്പോൾ നിനക്ക് മനസ്സിലാകുമെന്നും സുസ്മിതയോട് പറയുകയാണ് രാഘവൻ നായർ. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് പ്ലീസ് ഞാൻ പോകുന്നു, സോറി, ഗുഡ് ബൈ ആന്റി എന്ന് പറഞ്ഞ് പോവുകയാണ് സുസ്മിത. സുസ്മിത പോകുന്നത് കണ്ട് സത്യഭാമ പറയുകയാണ്, പാവം, അവൾക്ക് വിഷമമായിട്ടുണ്ടാകും, രാഘവേട്ടൻ വെറുതെ അവളെ വിഷമിപ്പിച്ചു. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഭാമേ, പാമ്പിൻ വിഷമായാലും അല്പാൽപമായി ശരീരത്തിൽ കയറിക്കൊണ്ടിരുന്നാൽ അതിനും ഒരു പ്രതിരോധ ശേഷി ഉണ്ടാകും. പിന്നെ പാമ്പ് കൊത്തിയാലും വിഷമേൽക്കില്ല. നമ്മൾ മറ്റൊരു പാമ്പായി മാറുന്ന അവസ്ഥയാകും പിന്നീടുണ്ടാകുന്നത്. ആ വിഷം മറ്റുള്ളവർക്ക് തിരിച്ചറിയാമെങ്കിലും നമുക്കത് അമൃതായിരിക്കുമെന്ന് ഭാമയോട് പറയുകയാണ് രാഘവൻ നായർ. എന്റെ ഭാമയും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഭയമുണ്ട് എന്നൊക്കെ സത്യഭാമയോട് പറയുകയാണ് രാഘവൻ നായർ. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയും ശ്യാമയും കാത്ത് കുടുംബശ്രീ വീട്ടിൽ നിൽക്കുന്ന ശാരികയാണ്. ശാരിക പറയുകയാണ്, അമ്മയും ശ്യാമയും ഇതുവരെ കണ്ടില്ലല്ലോ. സത്യഭാമയുടെ വീട്ടിൽ ശാലിനിയെ കാണാൻ പോയിട്ട് എന്തായോ ആവോ. അതേസമയം ജീപ്പിൽ വിഷ്ണു ശാരദാമ്മയും ശ്യാമയും കുടുംബശ്രീ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ശേഷം അമ്മ എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ഒരു ചായ കുടിച്ചിട്ട് പോകാം മോനെ. ഏയ്, ചായയൊന്നും വേണ്ടമ്മേ, ചെന്നിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ശാരിക പറയുകയാണ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. 2 മിനിറ്റ്, ഞാൻ പോയി പെട്ടെന്നൊരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് ഒന്നെടുക്കാം. അന്നേരം വിഷ്ണു പറയുകയാണ്, ഏയ്, ഇവിടത്തെ ചായ ഇഷ്ടമല്ലാത്തത് കൊണ്ടൊന്നും അല്ല, ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ശരി ശരി, ഇഷ്ടമല്ലെങ്കിൽ മോനെ നിർബന്ധിക്കുന്നില്ല. ഏതായാലും മോൻ ഒരു നിമിഷം ഒന്നിവിടെ നിൽക്ക്. ശാലിനിയുടെ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോഴത്തെ തിരക്കിൽ അതൊന്നും അവിടത്തേക്ക് എത്തിക്കാൻ പറ്റിയില്ല. ഞാൻ 1 മിനിറ്റ് കൊണ്ട് അത് പോയി എടുത്തു കൊണ്ടുവരാം. മോൻ ഒന്ന് കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ശരിയമ്മേ, ഞാനിവിടെ നിൽക്കാമെന്ന് പറയുകയാണ് വിഷ്ണു. ശാരദാമ്മ പോയ ശേഷം ശാരികയോടും ശ്യാമയോടും വിഷ്ണു ചോദിക്കുകയാണ്, വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ശാരികയും രാജീവ് സാറുമായിട്ടുള്ള വിവാഹം ഉടനെ നടക്കുമല്ലോ അല്ലേ? ഉണ്ടാവുമെന്ന് ശാരിക പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, അന്ന് ശാരികയുടെ വിവാഹ ചടങ്ങിൽ വന്ന് കയറി വന്ന് വലിയൊരു വിവരക്കേടാണ് ഞാൻ കാണിച്ചത്. അല്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. സംഭവിച്ചതിനൊക്കെ ഞാൻ രാജീവ് സാറിനോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശാരികയോടും ക്ഷമ ചോദിക്കുകയാണ്. ഐ ആം സോറി എന്ന് വിഷ്ണു സങ്കടത്തോടെ പറയുമ്പോൾ ശാരിക പറയുകയാണ്, സംഭവിച്ചതിനൊന്നും ഇപ്പോൾ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. അതെല്ലാം സംഭവിക്കാനുള്ളതായിരുന്നു. രാജീവ് സാറും ഞാനുമായിട്ടുള്ള വിവാഹവും അതുപോലെ തന്നെ. വിധിയുള്ളതാണെങ്കിലേ അതും നടക്കൂന്ന് പറയുകയാണ് ശാരിക. അതേസമയം അലമാരയിൽ നിന്നും ശാലിനിയുടെ ഡ്രസ്സൊക്കെ ഒരു ബാഗിലേക്ക് അടുക്കുകയാണ് ശാരദാമ്മ. അതിനുശേഷം പുറത്തേക്ക് വന്ന ശാരദാമ്മ ബാഗ് വിഷ്ണുവിൻ്റെ കൊടുത്തിട്ട് ഇതാണ് കൊടുക്കാനുള്ളത് എന്ന് പറയുകയാണ്. എന്നിട്ട് വേറൊരു കവർ കൊടുത്തിട്ട് ശാരദാമ്മ പറയുകയാണ്, ഇത് അമ്മയുടെ പ്രത്യേക സമ്മാനമാണെന്ന് പറഞ്ഞു വേണം കൊടുക്കാൻ. എല്ലാം വാങ്ങിയ ശേഷം എന്നാ പിന്നെ അമ്മേ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് യാത്ര പറയുകയാണ് വിഷ്ണു. അതിനുശേഷം വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് ശാരിക. ശാലിനി അവിടെ സുഖമായിട്ടിരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു ശാരിക. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവളാണ് അവിടെ ചെന്ന് എല്ലാം കുളമാക്കിയതെന്ന് ശ്യാമയെ നോക്കി പറയുകയാണ് ശാരദാമ്മ. രാജീവ് സാറിന്റെ അമ്മ സ്വർണം ചോദിച്ചത് ഇവള് പോയി പറഞ്ഞുവെന്നും അത് കേട്ടിട്ട് ശാലിനി തലകറങ്ങി വീണുവെന്നും പറയുകയാണ് ശാരദാമ്മ. അത് കേട്ടിട്ടാണോ തലകറങ്ങി വീണതെന്ന് ശാരിക ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ഏയ്, അതുകൊണ്ടൊന്നുമല്ല, കുഞ്ഞേച്ചി ഭക്ഷണം കഴിക്കാതിരുന്നിട്ടാണ് തലകറങ്ങി വീണത്. അല്ലെങ്കിലും കാര്യങ്ങൾ കൂട്ടിക്കെട്ടാൻ അമ്മയ്ക്ക് നല്ല മിടുക്കാണെന്ന് ശ്യാമ പറയുമ്പോൾ ദേഷ്യപ്പെടുകയാണ് ശാരദാമ്മ. നിന്നോട് ഈ കാര്യങ്ങളൊന്നും അവിടെ പോയി പറയരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ, എന്നിട്ടും നീ പോയി പറഞ്ഞു. അതിന് കുഞ്ഞേച്ചി അറിഞ്ഞാൽ എന്താ പ്രശ്നം? അതാണ് എനിക്ക് മനസ്സിലാകാത്തതെന്ന് ശ്യാമ പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അതൊരമ്മയായാലേ നിനക്ക് മനസ്സിലാകൂ.
ഇത് പറഞ്ഞ് അതിനെയും കൂടി എന്തിനാ തീ തീറ്റിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുകയാണ് ശാരദാമ്മ. ഇനി നീയൊക്കെ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്തോ, എന്നെ വിളിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നു ശാരദാമ്മ. അതിനെപ്പറ്റി വീണ്ടും ശ്യാമയോട് ചോദിക്കുകയാണ് ശാരിക, നീ എന്തിനാ ഇതൊക്കെ അവിടെ പോയി പറഞ്ഞതെന്ന്. അന്നേരം ശ്യാമ പറയുകയാണ്, വല്യേച്ചി ഇതെന്ത് വിചാരിച്ചിട്ടാണ്? രാജീവ് സാറും ശാരികേച്ചിയുമായിട്ടുള്ള വിവാഹം നടക്കാൻ വേണ്ടിയിട്ടല്ലേ കുഞ്ഞേച്ചി IAS എന്നുള്ള സ്വപ്നം പോലും ഉപേക്ഷിച്ച് വിഷ്ണുവേട്ടനെ കല്യാണം കഴിച്ചത്. ഇപ്പോൾ ഇത്തിരി സ്വർണത്തിന്റെ പേരിൽ ഈ കല്യാണം മാറിപ്പോയാൽ കുഞ്ഞേച്ചി ചെയ്തതൊക്കെ വെള്ളത്തിൽ വരച്ച വരയായി പോകില്ലേ എന്ന് ശാരികയോട് ചോദിക്കുകയാണ് ശ്യാമ. അമ്മ മനസ്സുരുകി നെഞ്ചത്ത് കൈവച്ച് 10 തവണ ദേവിയെന്ന് വിളിച്ചാൽ സ്വർണം പൊട്ടിമുളയ്ക്കുമോ എന്ന് ചോദിക്കുകയാണ് ശ്യാമ. എങ്ങനെയെങ്കിലും രാജീവ് സാറും ശാരികേച്ചിയുമായുള്ള കല്യാണം നടക്കണം. സ്വർണമോ പണമോ ഒന്നും അതിന് തടസ്സമാകാൻ പാടില്ല. അതിന് ഒരാൾ മാത്രം വിചാരിച്ചാൽ മാത്രമേ നടക്കൂ കുഞ്ഞേച്ചി. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി അത് പറഞ്ഞതെന്ന് പറയുകയാണ് ശ്യാമ. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ റൂമിൽ കട്ടിലിൽ എന്തോ ആലോചിച്ചിരിക്കുകയാണ് ശാലിനി. അന്നേരം ശാലിനി ഓർക്കുന്നത് ശാരദാമ്മ കൊണ്ടുവന്ന് പലഹാര പൊതിയൊക്കെ കൊടുത്തപ്പോൾ സത്യഭാമ പറഞ്ഞ കാര്യങ്ങളാണ്. അതേസമയം വിഷ്ണു ശാരദാമ്മ കൊടുത്തയച്ച സാധനങ്ങളൊക്കെയായി എത്തുകയാണ്. റൂമിൽ വിഷ്ണു കയറിയിട്ടും ശാലിനി അതൊന്നും അറിയുന്നില്ല. വിഷ്ണു ആലോചിക്കുകയാണ്, എന്താണാവോ ഒരാലോചന, ഇനി അമ്മ വഴക്ക് പറയുകയോ മറ്റോ ചെയ്തോ? വിഷ്ണുവിനെ കണ്ട് പെട്ടെന്ന് ഷോളൊക്കെ എടുത്തിടുകയാണ് ശാലിനി. ശാരദാമ്മ കൊടുത്ത കവറ് നീട്ടിയിട്ട് വിഷ്ണു പറയുകയാണ് ഇതാന്ന്. അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അതെ ഇതൊരു സാരി. അതെ, ശാലിനിക്കൊരു സമ്മാനമെന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് ശാലിനി ചോദിക്കുകയാണ്, ഞാൻ ഇയാളോട് പറഞ്ഞോ എനിക്ക് സാരി വേണമെന്ന്? ഡ്രസ്സൊന്നും ഇല്ലാതെ ഞാനിവിടെ ഇരിക്കുകയല്ലല്ലോ. ചതിയിലൂടെയാണ് നിങ്ങളെന്നെ സ്വന്തമാക്കിയത്. അത് തിരുത്താൻ ഈ സമ്മാനമൊന്നും മതിയാകാതെ പോരും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ വഴക്കു പറയുകയാണ് ശാലിനി. ലോകത്തെ മുത്തും പൗഴവും മൊത്തം വാരിക്കെട്ടി എൻ്റെ കാൽക്കൽ വെച്ചാലും നിങ്ങളോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയുകയാണ് ശാലിനി. വിഷ്ണു പറയുകയാണ്, അയ്യോ സോറി, ഇതിനകത്ത് ലോകത്തെ മുത്തും പൗഴവും ഒന്നുമില്ല. ഇയാൾക്ക് വേണമെങ്കിൽ വാങ്ങ്. ഞാൻ വാങ്ങില്ല എന്ന് പറയുമ്പോൾ ഇയാൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് കട്ടിലേക്ക് ഇടുകയാണ് കവറ്. എന്നിട്ട് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി പറയുകയാണ്, അതെ സാരി ഇവിടെ ഇട്ടിട്ട് പോയാൽ ഞാനതങ്ങ് ഉടുക്കുമെന്നും കരുതണ്ട. ഞാനതെടുത്ത് വേസ്റ്റ് ബിന്നിലിടുമെന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്ന് വിഷ്ണു പറയുകയാണ്, അതൊക്കെ തൻ്റെ ഇഷ്ടം. ഡോ എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ പുറകെ ശാലിനിയും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ശാലിനിയുടെ ഫോൺ അടിക്കുകയാണ്. അമ്മയോന്നും പറഞ്ഞ് ശാലിനി ഫോൺ എടുക്കുന്നു. ശാരികയുടെ കല്യാണത്തിൻ്റെ സ്വർണ്ണമോർത്ത് മനസ്സുരുകണ്ടെന്ന് പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയുകയാണ് ശാരദാമ്മ. നിന്നോട് ഞാൻ പറയണ്ടെന്ന് ശ്യാമയോട് പറഞ്ഞിരുന്നതാണ് എന്നൊക്കെ പറയുകയാണ് ശാരദാമ്മ. ശാലിനി ചോദിക്കുകയാണ്, പിന്നെ എന്താണ് ചെയ്യുക? അമ്മ എന്തെങ്കിലും വഴി കണ്ടു വെച്ചിട്ടുണ്ടോ സ്വർണത്തിന്? എന്തെങ്കിലും വഴി ആലോചിച്ച് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ പറയുകയാണ്, അതെ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്റെ ഡ്രസ്സൊക്കെ ഒരു ബാഗിലാക്കി ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ പുത്തനൊരു സാരിയും. നിനക്കതൊരു സർപ്രൈസായിട്ട് ഞാൻ വച്ചിരുന്നതാണ്. ഇനി സാരിയൊക്കെ ഉടുത്ത് നിനക്ക് പുറത്തു പോകേണ്ടി വരില്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഒന്ന് അന്തം വിട്ട് ശാലിനി ചോദിക്കുകയാണ്, അയ്യോ അതപ്പോൾ അമ്മ കൊടുത്തു വിട്ട സാരി ആയിരുന്നോ? അതേന്ന് ശാരദാമ്മ പറയുമ്പോൾ അബദ്ധം പറ്റിയല്ലോ എന്ന് പറയുകയാണ് ശാലിനി. എന്താടീന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഒന്നുമില്ലമ്മേ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ശാലിനി. അയാളെ വെറുതെ വഴക്കു പറഞ്ഞു. സാരമില്ല, ചെയ്തു കൂട്ടിയതിനൊക്കെ ആ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തോട്ടെ എന്ന് പറയുകയാണ് ശാലിനി. അതിനുശേഷം ഒന്ന് ഫ്രഷ് ആയി കളയാം എന്ന് പറഞ്ഞ് പോവുകയാണ് ശാലിനി. അതേസമയം റൂമിലേക്ക് വന്ന വിഷ്ണു അൽമാരിയൊക്കെ തുറന്ന് ഒരു ഫയൽ നോക്കുകയാണ്. അതേസമയം ബാത്റൂമിൽ നിന്ന് പൊന്നി പൊന്നിന്ന് വിളിക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു പറയുകയാണ്, ഇതിനകത്ത് ഉണ്ടായിരുന്നോ? ഇനിയിപ്പോൾ എന്തിനാണാവോ പൊന്നിയെ വിളിക്കുന്നത്? ആ പൊന്നിയല്ലേ വിളിക്കുന്നത്, ഞാൻ എന്തിനാ അന്വേഷിക്കുന്നതെന്നും പറഞ്ഞ് തിരിയുകയാണ് വിഷ്ണു. അതേസമയം ഡോർ തുറന്ന ശാലിനി വിഷ്ണുവിനെ കാണുന്നു. ശാലിനി ചോദിക്കുകയാണ്, അതെ താൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അന്നേരം വിഷ്ണു പറയുകയാണ്, ഞാനൊരു ഫയൽ എടുക്കാനായിട്ട്. പൊന്നിയെ കണ്ടായിരുന്നോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, പൊന്നി മാർക്കറ്റിൽ പോയി. എന്താ പ്രശ്നം? അന്നേരം ശാലിനി പറയുകയാണ്, ബാത്റൂമിലെ ടാപ്പ് വർക്ക് ചെയ്യുന്നില്ല. ബാക്കി എല്ലായിടത്തും ഉണ്ടല്ലോ, അത് ടാപ്പിൻ്റെ വല്ല കുഴപ്പവുമായിരിക്കും. ഞാൻ നോക്കണോന്ന് ചോദിക്കുകയാണ് വിഷ്ണു. ആ നോക്ക്, സ്വന്തം ബാത്റൂം അല്ലേ എന്ന് പറയുകയാണ് ശാലിനി. തുടർന്ന് ടാപ്പ് നോക്കാനായി ബാത്റൂമിലേക്ക് കയറുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് രാജീവിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് രാജേശ്വരി. അതേസമയം പത്രത്തിൽ സ്വർണ്ണവിലയൊക്കെ വായിക്കുന്ന വിജയലക്ഷ്മി പറയുകയാണ്, ആ ശാരദാമ്മയുടെ കയ്യിലുള്ളത് 916 സ്വർണം ആണോ എന്തോ? ഇതൊക്കെ കേട്ട് അകത്തേക്ക് കയറി വരികയാണ് രാജേശ്വരി. ഇതെന്താ ഈ സമയത്തൊരു പത്രവായനയൊക്കെ എന്ന് രാജേഷ് ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് വന്ന് വിജയലക്ഷ്മി ചോദിക്കുകയാണ്, അല്ല ആരായത്, രാജേശ്വരിയോ? ഇതെന്താ ഇവിടേക്കൊരു യാത്ര? പതിവില്ലാത്തതാണല്ലോ എന്ന് ചോദിക്കുകയാണ് വിജയലക്ഷ്മി.
ഈ വഴി പോയപ്പോൾ നിങ്ങളെ ഒന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് കരുതി. ഞങ്ങളുടെ നാട്ടിലെ അതിഥികളല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. അതേസമയം ചായയെ വരികയാണ് കൃഷ്ണൻകുട്ടി അമ്മാവൻ. ഇരുന്ന ശേഷം രാജേശ്വരി പറയുകയാണ്, ഞാൻ വെറുതെ ഒരു വിശേഷം അറിഞ്ഞിട്ട് വന്നതാണ്. നിങ്ങൾ രാജിയും ശാരികയുമായിട്ടുള്ള കല്യാണം നടത്താൻ പോവുകയാണെന്ന് കേട്ടല്ലോ. വിജയലക്ഷ്മി പറയുകയാണ്, അതെ അതെ, അതും കൂടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് മടങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ. രാജേശ്വരി ചോദിക്കുകയാണ്, അതെന്തിനാ നിങ്ങൾ ധർമ്മ കല്യാണം നടത്തുന്നത്? രാജീവ് മോന് വേറെ പെണ്ണൊന്നും ഈ നാട്ടിൽ നിന്നും കിട്ടില്ലേ? ധർമ്മ കല്യാണമോ? അത് മനസ്സിലായില്ല എന്ന് പറയുകയാണ് അമ്മാവൻ. മകൾക്ക് കൊടുക്കാൻ ഒരു പണവിട സ്വർണമോ 10 പൈസയോ ആ ശാരദാമ്മയുടെ കയ്യിലില്ലാന്ന് പറയുകയാണ് രാജേശ്വരി. അതിനെ പിന്നെ ധർമ്മ കല്യാണം എന്നല്ലേ വിളിക്കാൻ പറ്റൂ? അന്നേരം വിജയലക്ഷ്മി ചോദിക്കുകയാണ്, പക്ഷേ നിശ്ചയ ദിവസം 30 പവൻ സ്വർണ്ണമിട്ട കാണിക്കാമെന്ന് അവർ പറഞ്ഞിരുന്നു. അതുപോലെ ചെയ്യുകയും ചെയ്തല്ലോ. നിങ്ങളല്ലേ അന്ന് സ്വർണവുമായിട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, എൻ്റെ പൊന്നെ, അതൊക്കെ അന്നത്തെ ഒരു കഥ. 30 പവൻ സ്വർണ്ണമിട്ട് കാണിച്ചില്ലെങ്കിൽ ശാരികയുടെ കല്യാണം മുടങ്ങുമെന്ന് ശാലിനി കാലുപിടിച്ചു പറഞ്ഞതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ ആ സ്വർണം അവിടെ കൊണ്ടുപോയി നൽകിയത്. ചടങ്ങ് കഴിഞ്ഞിട്ട് അവരാ സ്വർണം തിരിച്ചേൽപ്പിക്കാമെന്നായിരുന്നു ധാരണ. എന്തെങ്കിലും പറഞ്ഞ് പെണ്ണിനെ ഒരുത്തൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനായിട്ട് തിടുക്കപ്പെട്ട് നിൽക്കുവാണ് ആ ശാരദ. പക്ഷേ എനിക്കെൻ്റെ സ്വർണം തിരികെ വേണം. ഒരാവശ്യത്തിന് കൊടുത്താൽ ഞാനത് തിരികെ വാങ്ങിക്കും. അതല്ലേ അതിൻ്റെ ഒരു ന്യായമെന്ന് രാജേശ്വരി പറയുമ്പോൾ അമ്മാവൻ ചോദിക്കുകയാണ്, രാജേശ്വരിയുടെ സ്വർണമോ? അതെ, അതല്ലേ അന്ന് ശാരികയുടെ ദേഹത്ത് അന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് കാണിച്ചത്. പിന്നെ അത് ആരുടെ സ്വർണമാണെന്നാ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അതെൻ്റെ സ്വർണം ആയിരുന്നോ? അന്ന് തന്നെ ആ സ്വർണം ഞാൻ തിരിച്ചു വാങ്ങി പോവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ വലിയ ചതിയാണല്ലോ നടന്നത് എന്ന് പറയുകയാണ് വിജയലക്ഷ്മി. വെറും ചതിയല്ല, ചതികളുടെ തുടക്കം മാത്രം എന്ന് പറയുകയാണ് രാജേശ്വരി. അതേസമയം അവിടേക്ക് വരികയാണ് രാജീവ്. അതെ, ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. പലതും മറച്ചു വെച്ചാണ് ശാരദ ഈ കല്യാണം നടത്തുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്നും തലയൂരിയില്ലെങ്കിൽ നിങ്ങളുടെ മോന്റെ ജീവിതം നശിച്ചു എന്ന് പറയുകയാണ് രാജേശ്വരി. ഇത് കേട്ട് വാതിൽക്കൽ വന്ന രാജീവ് ചോദിക്കുകയാണ്, ആ നാശം ഞാനങ്ങ് സഹിക്കുകയാണെങ്കിലോ? അതിനുശേഷം ദേഷ്യപ്പെട്ട് രാജേശ്വരിയോട് രാജീവ് പറയുകയാണ്, ഇറങ്ങ ഈ വീട്ടിൽ നിന്നും. രാജീവെ ഞാനെന്ന് രാജേശ്വരി പറയുമ്പോൾ വീണ്ടും ദേഷ്യപ്പെടുകയാണ് രാജീവ്. നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെ നിന്നും ഇറങ്ങാൻ? മോനെ രാജീവേന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ കൈതടുത്ത് രാജീവ് പറയുകയാണ്, അമ്മയും അമ്മാവനും ഒരക്ഷരം മിണ്ടിപ്പോരുത്. വീണ്ടും രാജേശ്വരിയോട് പറയുകയാണ്, ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞത്? അപമാനിതയായി അവിടെ നിന്നും ഇറങ്ങുകയാണ് രാജേശ്വരി. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.